ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. എല്ലാ ഫ്രൈഡേയ്സും എനിക്ക് സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തേക്കാളും ഫ്രൈഡേയ്സിൽ ഞാൻ വളരെ ബിസി ആയിരിക്കും. മോർണിംഗ് റൊട്ടീൻസൊക്കെ കഴിഞ്ഞാൽ പിന്നെ ജുമാ ടൈമിലേക്കുള്ള പ്രിപ്പറേഷൻസാണ്. മക്കളെ രണ്ടാളെയും TV കാണാനിരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. കുറച്ചു നേരം എന്നെ കാണാതായപ്പോൾ തിരക്കി വന്നതാണ് രണ്ടാളും. ഞാൻ ഖുർആൻ ഓതുന്നത് കണ്ടപ്പോൾ മടിയിൽ വന്നിരുന്ന് അവന് കൂടി എന്തൊക്കെയോ പറയാൻ തുടങ്ങി. പിന്നെ രണ്ടാളും ഫ്രഷാക്കി ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് അവരുടെ കളിയും ചിരിയൊക്കെ കണ്ട് കുറച്ചു നേരം അങ്ങനെ അങ്ങ് പോയി. ഞാനിതുവരെ കേക്കൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലായിരുന്നു. കാരണം വേറൊന്നുമില്ല, അതിന് മെനക്കിടാൻ വയ്യായിരുന്നു, അത് തന്നെ. എൻ്റെ മോൾക്ക് ചോക്ലേറ്റ് കേക്ക്സ് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അവൾക്ക് വേണ്ടി ഞാൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങി. അപ്പോഴാണ് ഒരു ഈസി റെസിപ്പി ആയിട്ടുള്ള 1 പാൻ കേക്ക് ഞാൻ പരീക്ഷിച്ച് നോക്കിയത്. അതിവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു കേക്ക് ഉണ്ടാക്കാമെന്ന്. ഇതൊരു ഈസി റെസിപ്പിയാണ്. ഇത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് മൈദപ്പൊടി, കൊക്കോ പൗഡർ, ഷുഗർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പൊടികളൊക്കെ നല്ലപോലെ മിക്സാക്കിയ ശേഷം 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ കുറച്ച് വാനില എസൻസും സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുക. ചെറിയ ചൂടുള്ള പാല് കൂടി കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു സ്മൂത്ത് ബാറ്ററാക്കി എടുക്കുക. ഇനി പാനിൻ്റെ എഡ്ജൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് മൂടി വെച്ച് 10 to 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. കേക്ക് കുക്കാവുന്ന ടൈം കൊണ്ട് ഞാനൊരു ചോക്ലേറ്റ് ഗനാഷ് കൂടി റെഡിയാക്കുന്നുണ്ട്. അതിനായി കുറച്ച് പാല്, കോൺഫ്ലോർ, കൊക്കോ പൗഡർ, ഷുഗർ, ഒരു ചെറിയ പീസ് ബട്ടറും കൂടി നല്ലപോലെ മിക്സാക്കി കുക്ക് ചെയ്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുമ്പോൾ ചോക്ലേറ്റ് ഗനാഷ് റെഡി. അങ്ങനെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, കുക്കായ കേക്കിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ 1 പാൻ കേക്ക് റെഡിയായി. അങ്ങനെ ഫസ്റ്റ് ബൈറ്റ് എൻ്റെ കൂടെ ഇത്രയും നേരം ക്ഷമയോടെ വെയിറ്റ് ചെയ്ത എൻ്റെ കേക്ക് ലവറിന് തന്നെ കൊടുത്തു. അങ്ങനെ അവളും ഹാപ്പിയായി, കേക്കും പാതിയായി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.